കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയുടെ വീട് മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. കുവൈറ്റിലെ 5 ആശുപത്രികളിലായി 15 മലയാളികൾ ചികിത്സയിലാണെന്ന് കെ രാജൻ ബിനോയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കുവൈറ്റിലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 25 ഇന്ത്യക്കാരാണ് വിവിധ ഹോസ്പിറ്റലുകളിലായി അതിവേഗം സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 15 പേർ മലയാളികളാണ്. അവിടെയുള്ള 5 ആശുപത്രികളിലായിട്ടാണ് ഈ 15 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കുകയും എംബസി മുഖാന്തരവും നോർക്ക റൂട്ട്സ് പ്രകാരവും അവിടെ സ്ഥാപിക്കപ്പെട്ട കൺട്രോൾ റൂമും മലയാളി അസോസിയേഷനുകളും യുണൈറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് യൂണിവേഴ്സൽ തലത്തിൽ തന്നെ നേതൃത്വം നൽകാൻ നോർക്കയ്ക്കും ഗവൺമെൻറ്റിന് സാധ്യമാകുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതത് സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സർക്കാർ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ആവശ്യമായ സഹായങ്ങൾ നൽകും. ധനസഹായങ്ങൾ വൈകാതെ ആശ്രിതർക്ക് നൽകുമെന്നും കെ രാജൻ പറഞ്ഞു. ബിനോയുടെ കുടുംബത്തിന് ലൈഫ് മിഷൻ വഴി വീട് വയ്ക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും പരിരക്ഷയും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഗവൺമെൻറ് മാത്രമല്ല MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയത്തിനതീതമായി മലയാളികളുടെ ഒരു പൊതു സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ആളുകളും അതിനുവേണ്ടി നിൽക്കുന്നു എന്നുള്ള ഒരു ദുഃഖത്തിനിടയിലും നമ്മുടെ മലയാളികളുടെ ഒരു യോജിപ്പ് ഇവിടെയും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ചാവക്കാട് മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഇവരുടെ വീട് ഒരു 3 സെൻറ്റ് സ്ഥലത്താണ് നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടതുപോലെ ഷീറ്റടിച്ചിട്ടുള്ള ഒരു വീടായിട്ടാണ് അത് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവരുടെ പേര് ലൈഫിൻ്റെ ലിസ്റ്റിൽ ഇതിനകം തന്നെ ചാവക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീടാണ്. പക്ഷേ ഭൂരഹിതരും ഭവനരഹിതരുമായ ആളുകളുടെ ലിസ്റ്റിലാണ് ആദ്യം പെട്ടിരുന്നത്. അവർ പിന്നീട് ഭൂമി മേടിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നടപടികൾ തീരാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ചെയർപേഴ്സണും MLAയുമായിട്ട് സംസാരിച്ചു. ഈ വരുന്ന 20-ാം തീയതി ചാവക്കാട് മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക യോഗം തന്നെ ചേർന്ന് പ്രത്യേക പരിഗണന നൽകുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ എന്നുള്ളതുകൊണ്ട് ഈ അജണ്ട മാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ സ്പെഷ്യൽ യോഗത്തിൽ വെച്ച് ലൈഫിലൂടെയുള്ള വീട് പണിതു കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഔപചാരികമായിട്ട് അംഗീകരിക്കും. ആരോഗ്യമന്ത്രിക്ക് കുവൈറ്റ് യാത്ര നിഷേധിച്ച സംഭവത്തിൽ ഫെഡറൽ സ്റ്റേറ്റിൽ ഇത്തരം നടപടികൾ ഭൂഷണമാണോ എന്ന് പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരും പാലക്കാടും തുടർച്ചയായ 2ാം ദിവസവും ഉണ്ടായ നേരിയ ഭൂചലനം തീവ്ര രേഖപ്പെടുത്താത്തതാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഞങ്ങൾ പരിശോധിച്ചിരുന്നു. ദുരന്ത നിവാരണ വകുപ്പ് തന്നെ പരിശോധിച്ച് പ്രത്യേകമായിട്ടുള്ള റിപ്പോർട്ട് വളരെ വേഗത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായതിന് പുറമെ ഇന്ന് പുലർച്ചെ 3:55-നും കുന്നംകുളത്തിനപ്പുറത്ത് എരുമപ്പെട്ടി, വേലൂർ എന്നിവിടങ്ങളിലും പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിലും ഒരു ഭൂകമ്പം അനുഭവപ്പെട്ടു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ആദ്യമുണ്ടായിട്ടുള്ള ഭൂകമ്പം റെക്ടർ സ്കെയിലിൽ 3 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 വരെ രേഖപ്പെടുത്തിയ ചലനങ്ങളെ പൊതുവായിട്ട് വരികയുള്ളൂ. എന്നാൽ ഇന്ന് പുലർച്ചെയുള്ള ചലനം റെക്ടർ സ്കെയിലിൽ 3-ൽ വളരെ താഴെയാണെന്നുള്ളത് കൊണ്ടായിരിക്കും ആരും അറിയാതെ പിന്നെ വലിയ റിയാക്ഷൻ ഇല്ലാതെ പോയത്. ഇത് തന്നെ ഭൂമിക്ക് താഴത്തേക്ക് 7 കിലോമീറ്റർ വ്യത്യാസത്തിലുണ്ടായതുകൊണ്ടാണ് ഇത്രയെങ്കിലും അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു 10 കിലോമീറ്റർ താഴെയാണ് ഈ ചലനം ഉണ്ടാകുന്നതെങ്കിൽ ഒരു പക്ഷേ റെക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയിട്ടുള്ള ചലനം അങ്ങനെ ഒരു പിന്നെ ആ വിധത്തിലുണ്ടാകാനുള്ള സ്ഥിതി ഗൗരവമായിട്ടുണ്ടാവുക. അപ്പോൾ അത് അത്രമാത്രം ഭീകരമായൊരു ചലനമല്ല. പക്ഷേ ഇതിനൊരു വിധത്തിലുള്ളൊരു പ്രശ്നം അല്ല, ഈ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിൻ്റെ പ്രവചനം പറയാനുള്ള ഏജൻസിയാണെങ്കിലും ആ വിധത്തിൽ പ്രവചനം പറയാനുള്ള ഒരു സംവിധാനവും ഇതിനകത്ത് ലോകത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് ഉണ്ടായ ചലനങ്ങളെക്കുറിച്ചോ ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങളെക്കുറിച്ചോ അപ്പോൾ ഉണ്ടാകുന്ന അറിവുകളും അപ്പോൾ റെക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തുന്ന സംവിധാനവും അല്ലാതെ ചുഴലിക്കാറ്റ് പോലെയോ മഴ പോലെയോ പ്രവചിക്കാൻ കഴിയുന്ന ഒന്നല്ല.
ഇന്നിപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ 12 മണിക്ക് പ്രത്യേകമായിട്ടുള്ള യോഗം വിളിച്ചിട്ടുണ്ട്. കളക്ടർ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കും. ആശങ്കയുടെ പ്രശ്നമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ താഴെ കടുത്തൊരു മർദ്ദമുണ്ടായി രൂപപ്പെട്ടു വരുമ്പോഴാണ് ഈ ചലനങ്ങളിലേക്ക് കടക്കുന്നത്. അതാണ് അതിൻ്റെ ശാസ്ത്രീയ വശം. ശാസ്ത്രീയ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. അതാണ് അതിൻ്റെ ശാസ്ത്രീയ വശം. അപ്പോൾ ഭൂചലനവുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഒരു ആശയവിനിമയം നടത്തിയപ്പോൾ വലിയ അപകടമില്ലാത്ത വിധത്തിൽ 3-ൽ താഴെ വരുന്ന വിധത്തിൽ ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടായി പോകുന്നത് വലിയ മർദ്ദം ഒരുമിച്ച് വരാതിരിക്കാൻ ഏറ്റവും ഗുണകരമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5-ൽ മുകളിലുണ്ടെങ്കിൽ ആ വിധത്തിലൊരു ഭീതിയായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായതും റെക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തുന്നൊരു ചലനമല്ല എന്നുള്ളത് കൊണ്ട് 3-ൽ താഴെയായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. ആ വിധത്തിലുള്ള ഒരു പ്രശ്നവും അങ്ങനെ ഉണ്ടാകില്ല. നിലവിൽ ഈ തലശ്ശേരിയിൽ, അതായത് ചെറുതുരുത്തി തലശ്ശേരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടാക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഒരു സാങ്കേതിക വിദ്യ അത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ്, ബീച്ചിൽ മാത്രമാണല്ലോ എന്നാണ് അറിയുന്നത്. അപ്പോൾ അത് വീണ്ടും തുറക്കുക അല്ലെങ്കിൽ അത് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം അതിനൊരു പ്രയാസം ഉണ്ടാകില്ല. ആ കാര്യത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ഏതാണ്ട് സംവിധാനങ്ങൾ ഒരുപോലെ നമുക്ക് ലഭ്യമാകാവുന്ന അകലത്തിലാണ് വെച്ചിട്ടുള്ളത്. നേരത്തെ ദേശമംഗലം സ്ഥിരമായിട്ടൊരു പ്രഭവ കേന്ദ്രമായി മാറിയത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. അത് ആ വിധത്തിൽ ഏതെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് ആലോചിക്കാം. STMA ആയിട്ട് തുടർച്ചയായിട്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആശങ്ക വേണ്ട, പക്ഷേ ജാഗ്രത ഉണ്ടാകണം. ഇത്തരം ചലനങ്ങൾ വരുമ്പോൾ സ്റ്റേബിളായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ, വീടിൻ്റെ തന്നെ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുകയോ തുറസായ സ്ഥലത്ത് വന്ന് നിൽക്കുകയോ ആണ് ആളുകൾക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ വിധത്തിലുള്ള നടപടിക്രമങ്ങൾ നോക്കുകയായിരിക്കും നല്ലത്. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.